ബലാത്സംഗത്തിനിടയായ സംഭവത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു നിയന്ത്രണമുണ്ടായിരുന്നു. അപ്പോൾ മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നൽകിയ നിർദ്ദേശം ജനസമക്ഷത്തിന് ഇതറിയാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മേലുള്ള ഈ നിയന്ത്രണം എടുത്തു കളയണമെന്നാണ്. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ വിമർശനം കോടതി സർക്കാർ അഭിഭാഷകനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതെങ്ങനെ വാർത്തയായി എന്നാണ്. സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയുടെ കാര്യത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്. ഇത് സത്യത്തിൽ രണ്ട് വിരുദ്ധ നിലപാടുകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയല്ലേ? ഇതെങ്ങനെ സംഭവിക്കുന്നു? അല്ല, തുറന്ന കോടതി എന്ന് പറയുമ്പോഴും അവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. അതിനാണ് ഇൻ ക്യാമറ. അക്കാര്യത്തിൽ വളരെ സുവ്യക്തമായ നിയമതത്വങ്ങളുണ്ട്. പ്രസിദ്ധമായ ജസ്റ്റിസ് VM താർക്കുണ്ടിയുടെ കാലത്തെ ബ്ലിറ്റ്സ് കേസ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അക്കാര്യത്തിൽ നല്ല വ്യക്തത നമുക്കുണ്ടായിട്ടുണ്ട്. എവിടെയാണ് ഇൻ ക്യാമറ, എവിടെയാണ് ഓപ്പൺ കോർട്ട് എന്നുള്ളത്, ആ ഡിമാർക്കേഷൻ അതിലൊക്കെ വളരെ വ്യക്തതയുണ്ട്. ഇവിടെ നടക്കുന്നത് കോടതിയിൽ നടക്കുന്ന ഈ പരാമർശങ്ങൾ, ഇവിടെ ശ്രീ BRP ഭാസ്കറും കാളീശ്വരൻ രാജും ലാലി വെൻസനും ഒക്കെ ചൂണ്ടിക്കാണിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, കോടതി നടത്തുന്ന പരാമർശങ്ങളും ആ ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഒരു ജഡ്ജിയുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു കേസിൻ്റെ വികാസം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു, അത് ഈ പരാമർശങ്ങൾ, ഈ ചോദ്യങ്ങൾ, അവയ്ക്കുള്ള മറുപടികൾ, അവയിലൂടെയും നാം മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ ജഡ്ജിമാർ പലപ്പോഴും അതിൽ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസ് കൗൺസിലിൻ്റെ ചെയർമാനായിരിക്കുന്ന ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു, അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ ഇതേപോലെ കോടതി നടത്തിയ പരാമർശങ്ങൾ പത്രങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹവും വളരെ ക്ഷോഭിച്ചു. ഇത് നിയന്ത്രിക്കേണ്ടതല്ലേ, നിരോധിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ജഡ്ജിമാർക്കുണ്ടാകുന്ന അസ്വാസ്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പരാമർശങ്ങൾ ആർക്കെതിരായി അസൗകര്യം ഉണ്ടാക്കുന്നുവോ അവരുടെ അസ്വാസ്ഥ്യവും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടതും നമ്മുടെ സുപ്രീം കോടതി തന്നെ വിശദമായ വാദം കേട്ടതിന് ശേഷം കഴിഞ്ഞ വർഷം അംഗീകരിച്ചതുമായ ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എക്സർസൈസ് ഇപ്പോൾ ഹൈക്കോടതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു വൃഥ വ്യായാമം മാത്രമായിരിക്കും. ശ്രീമതി ലാലി വിൻസെൻ്റ്, മാധ്യമങ്ങൾക്ക് കോടതി റിപ്പോർട്ടിങ്ങിൽ നിയന്ത്രണം വേണം എന്ന AGയുടെ നിലപാട് തിരുത്തപ്പെടേണ്ടതാണ് എന്നതാണോ ഈ ചർച്ചയിൽ താങ്കൾ പറയുക? അദ്ദേഹം അങ്ങനെ ഒരു ശക്തമായ നിലപാട് കോടതിയിൽ എടുത്തുവോ എന്ന് എനിക്കറിയില്ല. യാതൊരു സ്റ്റേറ്റ്മെൻറ്റോ അഫിഡവിറ്റോ അങ്ങനെ ഗവൺമെൻറ്റിൻ്റേതായിട്ട് അദ്ദേഹം തയ്യാറാക്കി ഫയലാക്കിയിട്ടുമില്ല. കോടതിയിൽ ജഡ്ജി ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരു സാമാന്യ ഉത്തരം മാത്രമായിരിക്കാം അത്. ഒരു പരാമർശത്തിന് നൽകിയ മറ്റൊരു പരാമർശം എന്നതിനപ്പുറം അതിന് പ്രാധാന്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ജനാധിപത്യ നിയമം അനുസരിച്ചും ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ചും കേരളത്തിലെ സർക്കാർ പത്രമാധ്യമങ്ങളെ കോടതിയിൽ നിന്ന് ലക്ഷ്മണരേഖ വരച്ച് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അങ്ങനെയല്ല ശ്രീമതി ലാലി വിൻസെൻ്റ്, കോടതി വാക്കാൽ നടത്തുന്ന പരാമർശങ്ങൾ വാർത്തയാക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം അറിയിക്കാൻ AGയോടും ബാർ കൗൺസിലിനോടും അഭിഭാഷക അസോസിയേഷനോടും ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ ഭാഗമായാണ് ഇന്ന് AG പറഞ്ഞിരിക്കുന്നത് നിയന്ത്രണം ആവശ്യമാണെന്ന്. അതിന് വിശദമായ സത്യവാങ്മൂലം പിന്നീട് സമർപ്പിക്കാമെന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കാത്ത കാലത്തോളം അത് ഒരു പരാമർശനത്തിന് നൽകിയ മറ്റൊരു പരാമർശം മാത്രമാണ്. സർക്കാരിൻ്റെ നിലപാട്, സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് രേഖപ്പെടുത്തി AG അതിനെ കൗണ്ടർ സൈൻ ചെയ്ത് കോടതിയുടെ ഡോക്യുമെൻ്റായി മാറുന്നത് വരെയും ഈ വാദം നിലനിൽക്കുന്നതല്ല. സർക്കാർ അങ്ങനെ ഒരു അഫിഡവിറ്റ് ഫയലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും കരുതുന്നു കോടതിയുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരു പരാമർശത്തിൻ്റെ മറ്റൊരു പരാമർശം മാത്രമായിരുന്നു അത്. ഇതൊരിക്കലും ഭരണഘടനാപരമായും ശരിയല്ല. കേരളത്തിലെ സർക്കാരിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. മറ്റൊരു അടിയന്തരാവസ്ഥ, പത്രമാധ്യമങ്ങളുടെ നാവിനെ കെട്ടിവെച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് നല്ല രാഷ്ട്രീയ ബോധമുള്ള എല്ലാവർക്കും നിശ്ചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അങ്ങനെ ഒരു അഫിഡവിറ്റ് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ BRP ഭാസ്കർ, ഇവിടെ ബലാത്സംഗ കേസുകളിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ, അതായത് വിക്ടിമിൻ്റെ അവകാശം കൂടി സംരക്ഷിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിൽ ഒഴികെ കോടതിയിലെ നടപടിക്രമങ്ങളെല്ലാം തന്നെ അതേപടി റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരവും അവകാശവും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത്
ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ശ്രീമതി ലാലി വിൻസൻ ഈ ചർച്ചയിൽ പറഞ്ഞു, മാധ്യമങ്ങൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം, സമൂഹത്തോടുള്ള ബാധ്യത, അതേപോലെ ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുക, ഇതെല്ലാം മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ വീഴ്ചകൾ സംഭവിക്കുന്നു. ആ ഘട്ടത്തിലാകാം ഒരുപക്ഷെ സർക്കാർ ഇതുപോലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് താങ്കൾ പറഞ്ഞതുപോലെ. അത് തിരുത്തപ്പെടേണ്ടത് പരിചയക്കുറവുള്ള ഒരു റിപ്പോർട്ടറുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണെങ്കിൽ ആ തരത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മുടെ കോടതി റിപ്പോർട്ടിങ്ങിൽ കുറെ കൂടി ശ്രദ്ധയോടുകൂടി, കുറെ കൂടി സത്യസന്ധമായി റിപ്പോർട്ടിങ്ങിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന നിലപാട് താങ്കൾക്കുണ്ടോ? ഇതിൽ ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് കോടതിയുടെ ചോദ്യത്തിൽ നിന്നാണ്. കോടതിയിലേക്കാണ് പത്രങ്ങളിൽ വന്ന കാര്യങ്ങൾ വായിച്ചപ്പോൾ അസ്വസ്ഥതയുണ്ടായത്, അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ എന്തോ കണ്ടതിൽ എന്തോ അസ്വസ്ഥതയുണ്ടാക്കിയത്. അതുകൊണ്ടാണ് കോടതി ഈ ചോദ്യം വക്കീലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, സർക്കാർ വക്കീലിനോട് ചോദിക്കുന്നത് സർക്കാരിൻ്റെ നിലപാട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് അറിയാനായിട്ടാണ്. അപ്പോൾ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് കോടതിയാണ്. അപ്പോൾ കോടതിയുടെ സമീപനമാണ് നമ്മൾ കാണേണ്ടത്. ഈ സുതാര്യതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യാൻ കോടതി ശ്രമിക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഇപ്പോൾ ബലാത്സംഗ കേസ് മാതിരിയുള്ളതിനകത്ത് ഇതേമാതിരി ഇരകളുടെ താല്പര്യം പരിരക്ഷിക്കുവാൻ വേണ്ടിയാണ് അത് രഹസ്യമായിട്ട് വിചാരണ നടത്തണമെന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്ന കോടതിയിൽ പത്രങ്ങളെ ഒന്നും കയറ്റിയില്ല, ജയലളിതയുടെ വിധി വരുന്ന ദിവസം. അപ്പോൾ അതിനകത്തൊരു ഒരു പ്രായോഗിക പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 200 ചാനലുകളുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ 200 പത്രങ്ങളുടെ പ്രതിനിധികൾ അതിനകത്ത് കോടതിക്കകത്തേക്ക് കയറുക എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ വലിയ ഒരു നിയന്ത്രിക്കാൻ എളുപ്പമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായെന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതും ആലോചിക്കേണ്ടതാണ്. അതിന് ഒരുപക്ഷെ ഒരു പൂൾ സിസ്റ്റം ചെയ്യാവുന്നതാണ്. 2, 3, 4 ആളുകളെ പത്രപ്രതിനിധികളെ അയക്കുക, അവർ മറ്റുള്ളവരെ ബ്രീഫ് ചെയ്യുക. അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ നടത്താൻ കഴിയും. അല്ലാതെ അന്ന് സംഭവിച്ചത് നമുക്കറിയാമല്ലോ. കാലത്തെ 10-11 മണിക്ക് വരുമെന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് ഒടുവിൽ 4:45 മണിയാകുമ്പോഴാണ് വരുന്നത്. അതിനിടയിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാൻ പാടില്ല. അതിന് പറ്റിയ തരത്തിലുള്ള സംവിധാനങ്ങൾ നാം ഉണ്ടാക്കണം. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, കോടതി റിപ്പോർട്ടിങ്ങിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നതാണല്ലോ താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞു വെച്ചത്. രാഷ്ട്രീയ സ്വഭാവമുള്ള സുപ്രധാനമായ കേസുകളിൽ ജഡ്ജിമാരുടെ ഇടപെടലുകളും പരാമർശങ്ങളും രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്നതുകൊണ്ടാകില്ലേ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് കോടതിയിൽ കൈക്കൊണ്ടത്? കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന നിരീക്ഷണങ്ങൾ അവ ആത്യന്തിക വിധിയാകണമെന്നില്ല, വിധിയാണെന്ന് ആരും കരുതുകയുമില്ല. പക്ഷേ കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടും ഏത് രീതിയിലുള്ള പരാമർശവും എപ്പോൾ വേണമെങ്കിലും ഏത് ന്യായാധിപനും നടത്താമെന്നുള്ളതും ശരിയായ സമീപനമല്ല. നീതിന്യായപരമായ അച്ചടക്കത്തിന്റെ പ്രശ്നം വളരെ പ്രധാനമാണ്. ഈ കാര്യങ്ങൾ ആളുകൾ വീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു കോടതി നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നുള്ള വ്യക്തികൾക്ക് ആ കോടതിയിൽ കയറിയിരിക്കാം. പക്ഷേ 3 കോടി ജനങ്ങൾക്ക്, കേരളത്തിലെ 3 കോടി ജനങ്ങൾക്ക്, അല്ലെങ്കിൽ രാജ്യത്തെ 120-ൽ പരം കോടി വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് കോടതി നടപടികളെ കാണാൻ സാധിക്കണമെന്നില്ല. ആ ദൗത്യമാണ് അവരെ കോടതി നടപടികളിൽ നിന്ന് അകറ്റാതിരിക്കുക, അവരെ കൂടി കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമാക്കുക എന്ന ദൗത്യം കൂടിയാണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് കോടതി വരാന്തയിൽ ഇല്ലെങ്കിൽ നിൽക്കാനുള്ള അധികാരം പോലെ, അവകാശം പോലെ, നടപടിക്രമങ്ങൾ നേരിട്ട് വീക്ഷിക്കുവാനുള്ള അവകാശം പോലെ തന്നെ പ്രധാനമാണ് മാധ്യമങ്ങൾക്ക് ഇവ റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ റിപ്പോർട്ടിങ്ങിന്റെ, അതായത് വാക്കാലുള്ള പരാമർശങ്ങളാകട്ടെ മറ്റു തരത്തിലുള്ള നടപടിക്രമങ്ങളാകട്ടെ, റിപ്പോർട്ടിങ്ങിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോൾ കോടതിയിലേക്കുള്ള പ്രവേശന സ്വാതന്ത്ര്യം തന്നെയാണ് ആത്യന്തികമായി തടയപ്പെടുന്നത്. അത് ജനാധിപത്യത്തിനെതിരാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ശ്രീ BRP ഭാസ്കർ പറഞ്ഞതുപോലെ ഇവിടെ അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നത് കോടതിക്ക് തന്നെയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്നാണ് സർക്കാരിനോട് ചോദിക്കുന്നത്, ഞാൻ
സർക്കാർ അഭിഭാഷകനോട് ചോദിച്ച കാര്യങ്ങൾ ഇത്ര വലിയ വാർത്തയായത് എന്തുകൊണ്ട്, ഇങ്ങനെ പരാമർശങ്ങൾ വാർത്തയാക്കുന്നതിനെ പറ്റി എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന്. ഇവിടെ ഈ അവകാശം ഉറപ്പുവരുത്തേണ്ട കോടതിയിൽ നിന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സർക്കാരിന് അവരുടെ നിലപാട് അറിയിക്കേണ്ടി വന്നിട്ടുള്ളത്. അതാണ് ശ്രീ BR P ഭാസ്കർ ചൂണ്ടിക്കാണിച്ചത്. ഇത് എത്രത്തോളം ആരോഗ്യകരമാണ്? അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പത്രസ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ പ്രസ് കൗൺസിൽ ചെയർമാൻ മാർക്കണ്ഡേയ കട്ജു സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ ഇതേ വിഷമം പ്രകടിപ്പിച്ചു. ഇപ്പോൾ കേരള ഹൈക്കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നു. ധാരാളം ജഡ്ജിമാർ ഈ രീതിയിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ വാസ്തവം കാണുമായിരിക്കാം. ലീഗൽ റിപ്പോർട്ടിങ്, കോർട്ട് റിപ്പോർട്ടിങ് കുറ്റമറ്റതാണ്, സമ്പൂർണ്ണമാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ വളരെ വർഷങ്ങളായി ജേർണലിസം വിദ്യാർത്ഥികളെ കോർട്ട് റിപ്പോർട്ടിങ് പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ആ തത്വങ്ങൾ അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഞാനത് അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നില്ല. അല്ല, അതിനിപ്പോൾ ശ്രീ BR P ഭാസ്കർ പറഞ്ഞു, 1-2 മാധ്യമപ്രവർത്തകർ കയറുക, അവർ പുറത്ത് വന്ന് ബ്രീഫ് ചെയ്യുക എന്നതൊക്കെ വളരെ കമ്പൾഷൻസ് ഉള്ള, വളരെ കോമ്പറ്റീറ്റീവായി മാറുന്ന നമ്മുടെ ഈ ഒരു പുതിയ മീഡിയ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള പ്രശ്നം കൂടിയില്ല. കാരണം ഇപ്പോൾ ശ്രീ BR P ഭാസ്കർ കർണാടകത്തിലെ കാര്യം പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതി അയോധ്യ കേസിൽ വിധി പറഞ്ഞപ്പോൾ 1000 പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ അലഹബാദ് ഹൈക്കോടതി പരിസരത്ത് തമ്പടിച്ചിരുന്നു ക്യാമറകളുമായിട്ട്. എങ്ങനെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും? അന്നും ഇതുപോലെ വളരെ വൈകി ആ കേസിൽ വിധി പറയുന്നു. പക്ഷേ അത്ഭുതകരമായ രീതിയിലല്ലേ, ഞാനിപ്പോഴും ഒരു വിസ്മയകരമായൊരു അനുഭവമാണത്. ഈ പത്രപ്രവർത്തകർ 1000-ലേറെ പേജുകൾ വരുന്ന ആ വിധിന്യായം ആ സെക്കൻഡ് വെച്ച് റിപ്പോർട്ട് ചെയ്തില്ലേ? എന്താണ് കാര്യം? ഒറ്റ സെൻറ്റൻസിൽ നമ്മൾ ചാനലുകളിൽ അത് കണ്ടല്ലോ, ബ്രേക്കിംഗ് ന്യൂസായിട്ട്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ അങ്ങനെ നമ്മൾ വിലയിടിച്ച് കാണിക്കുന്നത് ശരിയല്ല. കോടതിയിലെ ജഡ്ജിമാർക്ക് വല്ലതും തോന്നുന്നുണ്ടാവും, അഡ്വക്കേറ്റ് ജനറൽ തോന്നുന്നുണ്ടാവും, ഇപ്പോൾ പണ്ട് തോന്നുമായിരുന്നില്ല. പക്ഷേ അവർ ചെയ്യുന്നത് അത്തരത്തിൽ അത്ഭുതകരമായൊരു പ്രവൃത്തിയാണ്. അതിൽ കുറേ പോരായ്മകളുണ്ടാകാം. മറ്റു വാർത്തകൾ പോലെ തന്നെ കോടതി വാർത്തകളും സെൻസേഷനിലാക്കുന്നതിനുള്ള ശ്രമമുണ്ടാകാം. അവിടെയാണ് നമ്മളുടെ സ്കോളേഴ്സിനെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫെയർ ആൻഡ് ആക്യുറേറ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളത്. കോടതി വാർത്ത ഫെയർ ആൻഡ് ആക്യുറേറ്റ് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് വരെ കോടതിക്ക് നടപടിയെടുക്കാം. മറ്റൊന്ന്, ഈ പുതിയ ചെറുപ്പക്കാരെ, മിക്കവാറും എല്ലാവരും ചെറുപ്പക്കാരായിരിക്കും കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരെ, അവരെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാമല്ലോ. ഹൈക്കോടതി ഇങ്ങനെ ഈ രീതിയിലുള്ള അസ്വസ്ഥത കാണിക്കുന്നതിന് പകരം ഹൈക്കോടതിക്കാനുള്ള സംവിധാനമുണ്ട്. ആ ചെറുപ്പക്കാരെ വിളിച്ചിരുത്തി ഒരു ലീഗൽ റിപ്പോർട്ടിങ്ങിൽ, കോർട്ട് റിപ്പോർട്ടിങ്ങിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തട്ടെ, അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അനാശാസ്യമായ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി കുറ്റമറ്റ ഒരു റിപ്പോർട്ടിംഗ് ശൈലി രൂപപ്പെടുത്തിയെടുക്കാം. പക്ഷേ അതിനെല്ലാം ആധാരമായി നിൽക്കുന്നത് സ്വാതന്ത്ര്യമാണ്. മാധ്യമപ്രവർത്തകരുടെ മേൽ ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്, കോഡ് ഓഫ് കോണ്ടക്റ്റ്, അതെപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കാണ്. കോഡ് ഓഫ് കോണ്ടക്റ്റ് അത് പാർലമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്താണെങ്കിലും അസ്വീകാര്യമാണ്. അതിനർത്ഥം നിയന്ത്രണം വിട്ട് അവരെന്തും ചെയ്യട്ടെ എന്നുള്ളതല്ല. അവരെ നിയന്ത്രണങ്ങൾ പഠിപ്പിക്കാം. അതിനാണല്ലോ ഈ പ്രസ് കൗൺസിലൊക്കെ ഉള്ളത്. അവർ സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് പോലെയുള്ള വലിയ ഒരു തകരാറിന് കാരണമായി തീരുന്ന അപകടങ്ങൾ മാധ്യമരംഗത്ത് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിഴവുകളും പോരായ്മകളും പരിഹരിക്കപ്പെടണം. അത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടാകരുത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് കാളേശ്വരം രാജ്, ശ്രീ BR P ഭാസ്കർ, ശ്രീമതി ലാലി വിൻസെന്റ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.